പൂണ്ടി എത്തിക്കും. നമ്മുടെ പൂണ്ടിയിൽ നമുക്കായിട്ട് ഒളിപ്പിച്ചിട്ട് വരുന്ന ഒത്തിരി കാഴ്ചകളുണ്ട്. അപ്പോൾ നമ്മളിനി അങ്ങടേക്കാണ് പോകുന്നത്. പൂണ്ടി കൊടൈക്കനാലിലെ ഏറ്റവും ബെസ്റ്റ് സ്ഥലം എന്ന് പറയാം. പൂണ്ടി എന്ന് പറയുന്ന സ്ഥലം കൊടൈക്കനാലിൽ അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു കിട്ടുന്ന സ്ഥലമാണ്. നമ്മുടെ മലയാളികൾ എല്ലാവരും, അതായത് ഇപ്പം ഞാൻ കൊടൈക്കനാൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ കണ്ടേക്കണത് TN രജിസ്ട്രേഷനെ കൂടുതൽ KL രജിസ്ട്രേഷൻ വണ്ടികളാണ്. അതൊക്കെ നല്ലൊരു ഒപ്പ എരുമ, അടിപൊളിയല്ലേ. എരുമപ്പാലെന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് പശുവിനെ പോലത്തെ വേറെ ജീവി ആണ് എരുമ. അപ്പോൾ അത് എരുമക്ക് ലൂസ് മോഷനാണ് ഗൈസ്. ആ കൊമ്പിയിൽ ഒരു കുത്തി കിട്ടിക്കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. അല്ലേ, ആ കാണുന്ന സ്ഥലം കണ്ടോ? ഈ കാണുന്ന സ്ഥലം കണ്ടോ? ആ കാണുന്ന സ്ഥലം കണ്ടു? അമ്പോ, എവിടെ നോക്കിയാലും സീനറിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പൂണ്ടി രാജ്യത്തിലും കൊടൈക്കനാൽ മഷ്റൂമിലൊന്നും അല്ല ഫേമസ്. പൂണ്ടി എന്ന് പറയുന്ന സ്ഥലം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നേ ഉള്ളൂ. പൂണ്ടിയുടെ അതിമനോഹരമായ പല കാഴ്ചകളും നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് കാണുന്നതായിരിക്കും. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഗ്രാമത്തിൻ്റെ ഒരു ഇൻഡെപ്റ്റായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് ഇങ്ങനെ ഈ വീഡിയോയിൽ ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അതായത് പല ഫ്രെയിമിങ്ങിലും നമുക്ക് ഗ്രാമഭംഗികൾ ആസ്വദിച്ച് ഇങ്ങനെ പോകാമെന്നുള്ളൊരു മൂഡിൽ. ഓക്കെ അല്ലേ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ വണ്ടി നിർത്തിയിട്ടൊരു ഗ്രാമം ജസ്റ്റ് കാണിച്ചു തരാം. നോക്കോ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ വേറൊരു വെറൈറ്റി സാധനം കാണിച്ചു തരാം. അതുണ്ടോ, അത് കണ്ടോ, അത് കണ്ടോ, ഇനി ഇത് കണ്ടോ? ഇതാണ് നമ്മുടെ ഊട്ടിപ്പൂ. കണ്ടിട്ടുണ്ടോ? കണ്ടോ? മഞ്ഞായിട്ട് കാണാൻ പറ്റുന്നില്ല. സോ ഇതാണ് ഊട്ടിപ്പൂ. നമ്മുടെ മഞ്ഞിൻ്റെ നടുക്കാണേ. അപ്പോൾ ഇതാണ് ഗ്രാമഭംഗി. കണ്ടോ, ഭയങ്കര ക്ലൗഡിനെസ് ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് എത്ര വിസിബിളായിട്ടേക്കുള്ള ഫുള്ള് കോടമഞ്ഞാണ്. അപ്പോൾ ഇതാണ് ഒരു കൃഷിയിടം. പല ടൈപ്പ് കൃഷികളുണ്ട്. ഉള്ളി കൃഷി, ബീറ്റ്റൂട്ട് കൃഷിയാണ് മെയിനായിട്ട്. അതുപോലെ ബീൻസ് തുടങ്ങിയ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പൂണ്ടിയുടെ ഗ്രാമക്കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. അത് കാണുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസമല്ല, ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഇത് ഒരു പഴയ ടിപ്പിക്കൽ വീട് കേട്ടോ, മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും മാത്രം നിർമ്മിച്ചിരിക്കുന്ന, കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നൊരു വീട്. ഇന്നത്തെ ജനറേഷന് ഇത് കാണാൻ പറ്റുമോ? അത്ര അടിപൊളിയാണല്ലേ. സാധാരണക്കാർ മാത്രമുള്ള സ്ഥലമാണ്. സാധാരണക്കാരുടെ ഓരോ ലൈഫും അവരോരോ ദിവസങ്ങളും ഇവിടെ തന്നെയാണ്. ഇന്നിപ്പോൾ സൺഡേ ആയിട്ട് പോലും അവർ വേറെ പുറത്തൊന്നും അങ്ങനെ ഔട്ടിങ്ങോ കാര്യങ്ങളും നമ്മളെപ്പോലെ നോർമൽ സിറ്റി ലൈഫൊന്നും അല്ലല്ലോ അവർ എൻജോയ് ചെയ്യണേ. ഇപ്പോൾ കൂടുതലും കുട്ടികളൊക്കെ ആണെങ്കിൽ പോലും ഇവർ കൃഷി സ്ഥലങ്ങളിൽ തന്നെ കളിക്കുകയും, അതുപോലെ വലിയ ആൾക്കാരാണെങ്കിലും ഈ ടൈമിൽ, അതായത് നമ്മുടെ നോർമൽ ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഇവർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുക കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അതൊക്കെ തന്നെയാണ് എന്നെ പൂണ്ടിയിലേക്ക് വരാൻ പ്രേരിപ്പിച്ച വലിയൊരു ഘടകം തന്നെ. പൂണ്ടി അതൊരു പ്രത്യേക വൈബ് തന്നെ കേട്ടോ. ഏത് മൂഡ്, അതൊരു കലക്കൻ എക്സ്പീരിയൻസ് ആണ് പൂണ്ടി എനിക്ക് തന്നത്. നിങ്ങൾക്കും തരാൻ പോകുന്നത് കലക്കൻ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ കൊടൈക്കനാൽ വരുന്ന എല്ലാവരും തീർച്ചയായിട്ടും പൂണ്ടി ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യും. അതൊരു പ്രത്യേക അനുഭവമായിരിക്കും. ഞാൻ ഇനി കൂടുതൽ ഇതിനെപ്പറ്റി വിവരിക്കുന്നില്ല. പൂണ്ടി ഈസ് ദ ബെസ്റ്റ് ഇൻ തമിഴ്നാട് എന്ന് പറയാം. ഓക്കെ, ഞങ്ങൾ പൂണ്ടിയുടെ ഗ്രാമത്തിൽ നിന്നുള്ള കാഴ്ച പകർത്തിയിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ഹെവൻ വാലി എന്ന് തന്നെ പറയാം പൂണ്ടിനെ, സത്യം പറഞ്ഞാലേ. അത് ഇതൊരു ഹെവൻ വാലി തന്നെയാണ്. ഇനിയും കൊടൈക്കനാൽ വരുമ്പോൾ എനിക്കിവിടെ വരാൻ സാധിക്കട്ടെ, ആ ഒരു പവർ ഉണ്ടാകട്ടെ. അങ്ങനെ നമ്മളിപ്പോൾ പൂണ്ടിയുടെ വില്ലേജിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. എന്നുവെച്ചാൽ അത് കഴിഞ്ഞിട്ടില്ല. വില്ലേജിൻ്റെ കാഴ്ചകൾ വീണ്ടും തുടരുകയാണ്. ആൻഡ് ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കണമെന്നറിയില്ല. ഞാനൊരു ചെറിയ വെള്ളച്ചാട്ടം പോലത്തെ ഒരു സംഭവമാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ഈ ഗ്രാമത്തിലെ
പല കൃഷികളും നടക്കുന്ന ആ ഒരു അതിൻ്റെ എന്താ പറയുക, മെയിൻ പോയിന്റ് ഓഫ് ആ ഒരു സാധനം ഉണ്ടല്ലോ, വെള്ളമാണല്ലോ നമുക്ക് വേണ്ടത് കൃഷി ചെയ്യാനുള്ള. ഇവിടെ ചെടികളൊക്കെ വളരുന്നുണ്ട്, എന്നാലും ബേസിക്കലി കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അത് എവിടെയാണുള്ളതെന്നുള്ള ആ ഒരു സാധനം. അത് മാത്രമല്ല, ഇനി നിങ്ങൾ കാണാൻ പോകുന്ന പല സംഭവങ്ങളും കണ്ട് നിങ്ങൾ തന്നെ ശരിക്കും വാവ് അടിച്ചു പോകും. ഏതായാലും കാണ്, ബാ നമുക്ക് നേരെ നടക്കാം. റോഡൊന്നുമില്ല. ഇവിടെ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും. റെഡ് പോവാണ്. ഉള്ളിക്കൃഷി കണ്ടോ? ഉള്ളിക്കൃഷി കണ്ടിട്ടില്ലാത്തവർ ഉള്ളിക്കൃഷി. ആ നാട്ടിലേക്ക് ഉള്ളിപ്പൂ എന്നൊക്കെ പറഞ്ഞ് വന്ന് കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. മാർക്കറ്റിലൊക്കെ ചേർന്നിട്ടുണ്ടോ? അതാണ് പറഞ്ഞത്. കംപ്ലീറ്റ് ഉള്ളി, സവാള അങ്ങനത്തെ പോകുന്നത്. ഇതിനിടയിൽ ബ്രൊക്കോളിയും ബീൻസ്, പിന്നെ അവിടെ പീസ് പരിപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ടല്ലോ, അതൊക്കെ ബീൻസ് തന്നെയാണ് ഇവിടുത്തെ. അങ്ങനത്തെ കുറച്ച് കൃഷികളൊക്കെയാണ്. അപ്പോൾ പൂണ്ടിയിലായിരുന്നു. പൂണ്ടിയിൽ ഞാൻ നിങ്ങളെ വേറൊരു ലോകത്തേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ ഇത് വേറൊരു ലോകമായിട്ടായിരിക്കും തോന്നുന്നുണ്ടെങ്കിൽ